السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد فاتقوا الله عباد الله. وأن عمرو بن العاص رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم قال أولو كان حين تمسي وحين تصبح أعوذ بكلمات الله تامات من شر ما خلق. റവാഹു മുസ്ലിം. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ജാഅ റജുലുൻ, ഒരു മനുഷ്യൻ കടന്നു വന്നു. ആ മനുഷ്യൻ പ്രവാചകനോട് പറഞ്ഞു, നബിയെ, ഇന്നലെ രാത്രി എന്നെ തേള് കടിച്ചു. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്നെ തേള് കടിച്ചു. വല്ലാത്ത വേദനയും കടച്ചിലും പ്രയാസങ്ങളും എനിക്കുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോടും മറ്റു സദസ്സിലുള്ള സഹാബത്തിനോട് ചോദിച്ചു, ഹീന തുംസി, ഇന്നലെ വൈകുന്നേരം നിനക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? അങ്ങനെ നീ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ തേള്, പാമ്പ്, പഴുതാര തുടങ്ങിയ വിഷജന്തുക്കളൊന്നും നിന്നെ ആക്രമിക്കില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹീന തുംസി, വൈകുന്നേരം, വഹീന തുസ്ബിഹു, സുബഹിക്ക് ശേഷം 3 പ്രാവശ്യം പറയണം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ. ഒരൊറ്റ ഇഴജന്തുക്കളും കടിക്കില്ല. പ്രവാചകന്റെ ഹദീസാണ്. എന്തിന് ഉറുമ്പ് പോലും കടിക്കില്ല എന്നാണ് ആ പ്രാർത്ഥന. തവക്കുലിന്റെ പ്രാർത്ഥനയാണത്. രാവിലെ 3 വട്ടം പറയണം, വൈകുന്നേരം 3 വട്ടം പറയണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇത് പ്രാർത്ഥിച്ചിട്ട് ഇശാ കഴിഞ്ഞ് ലൈറ്റ് ഇടാതെ അടുക്കള വാതിക്കലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇത് പ്രാർത്ഥിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ രക്ഷാ കവചം ഉണ്ടാകണം. ഇന്നു മുതൽ ആരംഭിക്കണം. അറിയുന്ന ആളുകളുണ്ട്, ഇല്ലാത്തവർ മക്കളോട് പറയണം, ഭാര്യയോട് പറയണം. ഒരു ഇഴജന്തുക്കളും ഒരു വിഷജന്തുക്കളും നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു ജീവികളും ഉപദ്രവിക്കില്ല എന്ന പ്രവാചകന്റെ ഹദീസ്. എന്തിനധികം മറ്റൊരു ഹദീസിൽ കാണാം, ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, പട്ടി പോലും നായ പോലും ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് നേരെ കുരക്കില്ല എന്നാണ്. അത്രക്ക് ഫലമുള്ള ദുആയാണ്. ഇതാണ് ആ പ്രാർത്ഥന. അഊദു ബികലിമാത്തില്ലാഹി, അഊദു, ഞാൻ രക്ഷ തേടുന്നു, ബികലിമാത്തില്ല, അല്ലാഹുവിന്റെ വചനം കൊണ്ട്, മിൻ ശർരി മാ, എല്ലാവിധ ആപത്തിൽ നിന്നും, എല്ലാവിധ അപകടത്തിൽ നിന്നും, എല്ലാവിധ കടിയിൽ നിന്നും, എല്ലാവിധ പ്രയാസത്തിൽ നിന്നും, മിൻ ശർരി മാ ഖലഖ, അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏതെല്ലാം സൃഷ്ടികളുണ്ടോ, ഇഴജന്തുക്കളുണ്ടോ, മനുഷ്യരെ ഉപദ്രവിക്കുന്ന, മനുഷ്യന് പ്രയാസമായി മാറുന്ന, മനുഷ്യന് വിഷം തീണ്ടുന്ന, മനുഷ്യന് മരണങ്ങൾ സംഭവിക്കുന്ന ഏതെല്ലാം ജീവജാലങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അതിന് നല്ലതുണ്ടാകും, ചീത്തയുണ്ടാകാം. മനുഷ്യനെ ഉപദ്രവിക്കുന്നവയുണ്ടാകാം. ആ ഉപദ്രവിക്കുന്നവയുടെ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന്, മരണത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വല്ലാത്തൊരു ദുആയാണ്, മറക്കണ്ട. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ. ഇന്ന് സുബഹി മുതൽ ഇവിടെ നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞാൽ മതി. മഗ്‌രിബിന് ശേഷം 3 തവണ, സുബഹിക്ക് ശേഷം 3 തവണ ഈ പ്രാർത്ഥന ജീവിതത്തിൽ കൊണ്ടുവന്നാൽ രക്ഷാ കവചമെന്നാണ്
ഈ ഹദീസിനെ കുറിച്ച്, പ്രാർത്ഥനയെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത്. ഏത് പ്രയാസങ്ങളെ നീക്കാനും ഒറ്റ മാർഗമേ ഉള്ളൂ, പ്രാർത്ഥനയല്ലാതെ, ദുആയല്ലാതെ. ഇപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്നവരാണ്, മരുന്ന് കഴിക്കണ്ടായെന്നല്ല, കഴിക്കണം, ഡോക്ടറെ കാണണം, വിശ്രമിക്കണം, മരുന്ന് കഴിക്കണം. പക്ഷെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് കഴിക്കുമ്പോൾ നിബന്ധന എന്താ? ബിസ്മി ചൊല്ലണം. മരുന്ന് കഴിച്ചു കഴിഞ്ഞാലോ അൽഹംദുലില്ലാ പറയണം. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലോ അല്ലാഹുവേ നീ ശിഫയാക്കണ ദുആ ചെയ്യണം. അള്ളയാണ് ശിഫയാക്കുന്നത്, പടച്ചവനാണ് ശിഫയാക്കുന്നത്. ആ പ്രാർത്ഥനകൾ കൊണ്ടാണ് എപ്പോഴും രക്ഷകൾ ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ ദുആ സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും നിത്യജീവിതത്തിൽ തുടർത്തുക. റഹ്മാനായ റബ്ബ് പ്രാർത്ഥന കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, കഠിനമായ ചൂടിൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഒക്കെ വളരെ പ്രയാസത്തിലാണ്. നിന്റെ റഹ്മത്തായ മഴ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, കഠിനമായ ചൂടിൽ നിന്ന് ആശ്വാസമായി നിന്റെ റഹ്മത്തായ മഴ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, കഠിനമായ ചൂടിൽ നിന്ന് ആശ്വാസമായി പടച്ചവനെ നിന്റെ റഹ്മത്തായ മഴ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته.